ന്മാർ ഒരുമിച്ച് അണിനിരുന്ന സോപാന സംഗീത സായാഹ്നവും കാണാം. നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മനുഷ്യനെ പരസ്പരം ചേർത്ത് നിർത്തുന്നതും അകറ്റുന്നതും ചില വിശ്വാസങ്ങളാണ്. ചില വിശ്വാസങ്ങൾക്ക് യാഥാർത്ഥ്യവും സത്യവുമായി ബന്ധങ്ങളുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ ഈ ഭാവന ചരിത്രത്തെ ഹൈജാക്ക് ചെയ്ത് കളയും. ചരിത്രം വല്ലാണ്ട് ഇടപെടലുകൾ നടത്തുന്ന ചില പ്രദേശങ്ങളുണ്ട്. ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും പോലെ. ഈ രണ്ട് പ്രദേശങ്ങളാകട്ടെ പോർച്ചുഗീസുകാർക്കും ഡച്ചുകാർക്കും ഇംഗ്ലീഷുകാർക്കും ഒക്കെ പ്രിയപ്പെട്ട പ്രദേശമാണ് ഈ ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും. അതുകൊണ്ട് തന്നെ ആ പ്രദേശം ചരിത്ര സ്മാരകങ്ങളാൽ സമ്പന്നമാണ്, ഒപ്പം ചില നാടോടി കഥകളാലും. ഇത്തവണ നമ്മൾ ഭ്രാന്തൻ കുര്യച്ചൻ്റെയും ഒപ്പം കാപ്പിരിമുത്തിൻ്റെയും കഥ കേൾക്കാൻ പോവുകയാണ് ഇന്നത്തെ സെൻട്രൽ മാഗസിനിൽ. ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും എത്തിയാൽ ചരിത്രം നടന്നുപോയ വഴികൾ നേരിട്ട് കാണാം. വായിച്ച ചരിത്രകഥകളുടെ നിഴലുകൾ ചാഞ്ഞുകിടക്കുന്ന തെരുവുകൾ. ചരിത്രം മാത്രമല്ല, വൈവിധ്യമുള്ള സംസ്കാരവും കലകളും ജനസഞ്ചയവും ചേർന്ന് കഥകളുടെ കൂടി മായാലോകം തുറക്കുന്ന നാട്. മലഞ്ചരക്ക് തേടിയാണെങ്കിൽ ലോകം മുഴുവൻ യാത്രകൾ തുടങ്ങിയും ഈ സാമ്രാജ്യങ്ങളുണ്ടാക്കിയും യുദ്ധങ്ങളുണ്ടാക്കിയും പിടിച്ചടക്കലും കീഴടക്കലും എല്ലാം ഈ കച്ചവടത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആകർഷിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ വന്നപ്പോൾ അവരുടെ വിശ്വാസങ്ങളും കൊണ്ടാണ് വന്നിരിക്കണം. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഈ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിയിൽ വെറുതെ നടന്നാൽ തന്നെ നമ്മൾ ഇതുപോലത്തെ വിചിത്രമായ വിശ്വാസങ്ങൾക്കപ്പുറം സാധാരണ വിശ്വാസങ്ങളുള്ളവർ തന്നെ 15 വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നമ്മുടെ രാജാക്കന്മാർ വന്ന ആളുകൾക്ക് പതിച്ചു കൊടുത്ത സ്ഥലത്ത് താമസിക്കുകയാണ്. യൂറോപ്യൻസിന് കൊടുത്ത സ്ഥലത്ത് അവർ ഒരു യൂറോപ്യൻ ടൗണാണ് പണിത് വെച്ചിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് അറബികൾക്ക് കൊടുത്ത സ്ഥലത്ത് മരുഭൂമിയിലുള്ളവർ ഒരു റോഡും 14 ഇടവഴിയാണ്. മണൽക്കാറ്റും ഇതൊക്കെ വന്നാൽ ഉള്ളിൽ അത് ബാധിക്കാത്ത തരത്തിലുള്ള ആ തരത്തിൽ അവർ പണിത് വെച്ചിരിക്കുന്നത്. ഗുജറാത്തികളുടെ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവർ ചൗളാണ് പണിതിരിക്കുന്നത്. ഒരു കാലത്ത് കടൽ കീഴടക്കുക എന്നാൽ ലോകം കീഴടക്കുക എന്നായിരുന്നു അർത്ഥം. അങ്ങനെ കടൽ കീഴടക്കിയവരെ 2 കൈ നീട്ടി സ്വീകരിച്ച് വിശ്രമിക്കാൻ ഇടം നൽകിയ ഭൂമികയാണിത്. നമ്മുടെ മുസ്ലിംസിൽ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞിട്ട് എല്ലാവരും ക്രിസ്ത്യാനികൾ ഓടി വന്ന് അഭയം തേടുന്നത് ഈ പ്രദേശത്താണ്. ആ മട്ടാഞ്ചേരി പ്രദേശത്താണ് ക്രൈസ്തവരുണ്ടായിരുന്നത്. കാരണം നമ്മൾ കൊച്ചി രാജ്യം നമ്മൾ മനസ്സിലാക്കേണ്ട തൃശ്ശൂർ തൊട്ട് ഇങ്ങോട്ടുണ്ട്. അവിടെ നിന്ന് മലബാറിലേക്ക് കയറുമ്പോഴുള്ള ഈ നമ്മുടെ സുഗന്ധവ്യഞ്ജന ദ്രവ്യങ്ങളെല്ലാം അറബികൾക്കും ചൈനക്കാർക്കും ഒക്കെ വിറ്റുകൊണ്ടിരുന്ന സ്ഥലം ഇവിടെയാണ്, മട്ടാഞ്ചേരിയാണ്. അപ്പോൾ നമ്മൾക്കിവിടെ ക്രിസ്ത്യാനികളുടെ സാന്നിധ്യം ആദ്യ നൂറ്റാണ്ട് തൊട്ടൊക്കെ തന്നെ ഉണ്ട്. അത് കൂടുതലായത് മുസ്ലിംസ് വീണ് കഴിഞ്ഞപ്പോഴാണ്. നമ്മളിന്നിപ്പോൾ ഡച്ച് പാലസ് എന്നാണ് പറയണം. പക്ഷേ യഥാർത്ഥത്തിൽ പോർച്ചുഗീസുകാരാണ് കോട്ട പണിത് കൊച്ചി രാജാവിന് കൊടുത്തത്. ഓർക്കേണ്ട കാര്യം, അന്ന് വരെ സാമൂതിരി ഒരിക്കലും കൊച്ചി രാജാവിന് ഓലമേഞ്ഞ വീടിനപ്പുറം ഓടിയിട്ടൊരു വീട് പണിയാൻ സമ്മതിച്ചിരുന്നില്ല. അതുപോലെ നാണയത്തുട്ടുകൾ സ്വന്തം നിലയിൽ അടിക്കാൻ സമ്മതിച്ചിരുന്നില്ല. 1500 ഇതുപോലൊരു ഡിസംബർ മാസത്തിലാണ് പോർച്ചുഗീസ് പ്രഭുവും സൈനിക മേധാവിയും നാവികനും പരിവേഷകനുമായിരുന്ന പെഡ്രോ അൽവാരിസ് കബ്രാൾ കോഴിക്കോട് സാമൂതിരിയുമായുള്ള ചർച്ചകളിൽ ഫലം കാണാതെ കച്ചവട താൽപ്പര്യം മൂലം കൊച്ചിയിലെത്തിയത്. ആ ഡിസംബർ 24 പിന്നീട് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ നിർണായകമായി. 1500 ഡിസംബർ 24 നമ്മൾക്ക് ഒരു ചരിത്ര സംഭവം നടക്കുകയാണ്. സാമൂതിരിയായിട്ട് തെറ്റിപ്പിരിഞ്ഞ പോർച്ചുഗീസുകാർ ഇവിടെ നമ്മുടെ ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് വന്ന് ഇറങ്ങിയ അവരുടെ കൂടെ 4 ഫ്രാൻസിസ്കൻ വൈദികരും ഉണ്ടായിരുന്നു. അവരാണ് ഈ കത്തോലിക്ക സഭയിലെ ക്രിസ്മസ് പുൽക്കൂടിൻ്റെയൊക്കെ അലങ്കാരങ്ങളും നക്ഷത്രങ്ങളൊക്കെ അവരുടെ സംഭാവന. അപ്പോൾ അവരന്ന് 4 പേരുണ്ടായി. അന്ന് തുടങ്ങിയതാണ് ക്രിസ്മസിൻ്റെ സംസ്കാരം ഇവിടെ. അന്ന് തന്നെ ഏകദേശം ആ ദിവസങ്ങളിൽ തന്നെ ഈ സാമൂതിരിനെ പേടിച്ച് ഇവിടെ താമസിക്കുകയായിരുന്നു നമ്മുടെ കൊച്ചി രാജാവും പത്നിയും. ആ ചരിത്രത്തിൻ്റെ ഏടുകളിൽ പിന്നീട് വിശ്വാസങ്ങളും അനുഭവങ്ങളും ഭാവനകളും ചേർന്ന് നിക്ഷേപിച്ച കഥകളുടെ നേർക്കാഴ്ചകൾ നമുക്കിവിടെ നേരിട്ട് കാണാം. ഭ്രാന്തൻ കുര്യച്ചൻ അത്തരത്തിലുള്ള വിഭ്രമാത്മക സങ്കല്പങ്ങളിലൊന്നാണ്. മട്ടാഞ്ചേരിയുടെ നാട്ടുവഴികളിൽ നിന്ന് വിശ്വാസികളുടെ അനുഭവ സാക്ഷ്യങ്ങളുടെ പിൻബലത്തോടെ വളർന്ന ആരാധനാ സങ്കല്പം. അത് ഭ്രാന്തൻ കുര്യച്ചൻ എന്ന് പറയുന്നത് ഇവിടെ ശക്തമായ വിശ്വാസം, പ്രത്യേകിച്ച് അതിൽ ക്രിസ്ത്യൻസ് ഹിന്ദുവാണ് മെയിനായിട്ടുള്ള വിശ്വാസം ഉള്ളത്. അത് നമ്മൾ എന്തെങ്കിലും ഒരു നുണ പറയുകയോ എന്തെങ്കിലും ഒരു കളവ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ, ഭ്രാന്തൻ കുര്യച്ചൻ്റെ പേരിൽ നമ്മൾ സത്യം ചെയ്താൽ അത് നുണയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, നമുക്ക് മാനസിക പ്രോബ്ലം ഉണ്ടാവും എന്നുള്ളതാണ്
ഇവിടുത്തെ ശക്തമായ വിശ്വാസമാണ്. ഇതൊരു കോടതി വിധിയേക്കാളും വലിയ വിശ്വാസം ഈ സാധനം. വെള്ളിയാഴ്ച കുരിയച്ചൻ്റെ അവിടെ ചെന്ന് നമ്മൾ എവിടെ നിന്നൊക്കെ ആളുകൾ വരുന്നത്, അതും ഏറ്റവും ഹൈ ലെവലിലുള്ള ആളുകൾ മുതൽ താഴെ ലെവലിലുള്ള ആളുകൾ വരെ അവിടെ വന്നു പോകുന്നുണ്ട്. ഈ വിശ്വാസം വളരെ ശക്തമാണ്. സുറിയാനി പാരമ്പര്യമുള്ള കേരളത്തിലെ ആദിമ ക്രൈസ്തവ സഭയെ പോർച്ചുഗീസ് ആധിപത്യത്തിലേക്ക് മാറ്റാൻ മിഷനറിമാരുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നപ്പോൾ അതിനെതിരെ സുറിയാനി ക്രൈസ്തവരുടെ പ്രതിഷേധമായിരുന്നു 1653 ജനുവരി 3 നടന്ന കൂനൻകുരിശ് സത്യം. ഇവിടുത്തെ ഒരു പറ്റം ക്രിസ്ത്യാനികൾ ഇവിടെ കൊണ്ടുവന്ന പരിവർത്തനങ്ങൾ റോമിൽ അല്ലെങ്കിൽ ആഗോള റോമൻ കത്തോലിക്ക സഭയായ ലത്തീൻ സഭയിലുണ്ടായ പരിവർത്തനങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മുടെ നാട്ടിലുള്ള ക്രിസ്ത്യാനികളുടെ ഒരു ബഹുഭൂരിപക്ഷത്തിനെന്ന് പറയാം. അന്നത്തെ കാലത്ത് അവർക്ക് അതിന് സാധിച്ചില്ല. അവരതുകൊണ്ട് ഈശോസഭ വൈദികരോടും റോമിനോടും ഞങ്ങൾക്ക് ഇനി ബന്ധമൊന്നുമില്ല എന്നുള്ള രീതിയിൽ കുരിശത്തൊട്ട് സത്യം ചെയ്യാൻ വന്നു. ആ സത്യത്തിന് വേണ്ടി ഒരു കയറിട്ട് വലിച്ചു പിടിച്ച് നിന്നപ്പോൾ കുരിശ് ചരിഞ്ഞു പോയി. അങ്ങനെയാണ് കൂനം കുരിശ് സത്യം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് കേരള സഭ പല രീതിയിൽ വിഘടിക്കുക. ഇന്നിപ്പോൾ നമുക്കുള്ള എല്ലാ വിഘടനങ്ങളും അത് കഴിഞ്ഞാൽ സംഭവിക്കും. അന്ന് വരെ ഒന്നായി നിന്ന ഒരു സഭയാണ്. അന്ത്യോക്യയിൽ നിന്ന് വന്ന അഹത്തുള്ള ബാവയെ പോർച്ചുഗീസുകാർ കൊലപ്പെടുത്തിയെന്ന വാർത്തയുടെ വേദനയിൽ വിശ്വാസികൾ മട്ടാഞ്ചേരിയിലെ കൽക്കുരിശിൽ വടം കെട്ടി അതിൽ തൊട്ട് പ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. കുരിശിൽ തൊടാൻ സാധിക്കാത്തവർ കുരിശിൽ ഒരു കയർ ബന്ധിച്ച് അതിൽ പിടിച്ച് പ്രതിജ്ഞ ചൊല്ലി. ആ ഭാരം താങ്ങാനാവാതെ കുരിശൽപ്പം ചെരിഞ്ഞു. ചെരിഞ്ഞ കുരിശിന് പോർച്ചുഗീസ് ഭാഷയിൽ പാന്ത് ക്രൂസ് എന്ന് പറയും. തദ്ദേശീയർ വിശ്വാസവും കഥകളും കൂട്ടിച്ചേർത്ത് വിളിച്ചത് പ്രാന്തൻ കുരിയച്ചനാക്കി. പോർട്ടുഗീസ് ഭാഷയിൽ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ചരിഞ്ഞതെന്നാണ്. അപ്പോൾ ഭ്രാന്തൻ ക്രോച്ച് എന്ന കുരിശ്. അപ്പോൾ ഈ ഭ്രാന്തയിൽ കുരിശ് എന്ന് പറയുമ്പോൾ ഈ ചരിഞ്ഞ കുരിശാകാം. രണ്ടാമത് മറ്റൊരർത്ഥം പോർട്ടുഗീസുകാർ ഉപയോഗിച്ച് എൻ്റെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഭ്രാന്തി എന്ന് പറയുമ്പോൾ നമ്മൾ സിറ്റ് ഔട്ടാണ്. വൈദ്യാസലം എന്ന് പറയുമ്പോൾ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ വീട്ടിലെന്തെങ്കിലും ഉണ്ട് ഭ്രാന്തിയിൽ ഇരിപ്പുണ്ടെന്ന് പറയും. അപ്പോൾ ചില പഴയ ഒരു 100 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പുസ്തകങ്ങൾ ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത് റെഫറൻസ് ഇല്ലെങ്കിലും ഇതുപോലെ ഭ്രാന്ത എന്ന് പറഞ്ഞാൽ വരാന്തയിലിരിക്കുന്ന സ്ഥാപിച്ചിട്ടുള്ള കുരിശ്. മമ്മൂട്ടി അഭിനയിച്ച ഭീഷ്മപർവത്തിൽ മൈക്കിളേട്ടായി ഭ്രാന്തൻ കുരിയച്ചനെ പരാമർശിച്ചതോടെ കേരളം മുഴുവൻ ആരാണ് ഇദ്ദേഹമെന്ന് തിരക്കി. മൈക്കിളേട്ട എങ്ങാനും പറഞ്ഞാലേ പിന്നെ ഭ്രാന്തൻ കുരിയച്ചൻ വിചാരിച്ച പോലും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. വിവിധ ജാതിമതസ്ഥർ ഇവിടെ എത്തി ആരാധന നടത്തുന്നു. അതിന് അവരുടെ ഒരു വിശ്വാസങ്ങളും തടസ്സമല്ല. ഇവർക്ക് വെള്ളിയാഴ്ച ദിവസം വലിയ പ്രത്യേകതയാണ്. മോഷണ മുതലുമായി ബന്ധപ്പെട്ടോ കളവ് പറഞ്ഞോ ഈ കുരിശിനെ ചേർത്ത് സാക്ഷ്യപ്പെടുത്തി സത്യമിട്ടാൽ അതിൽ വാസ്തവമില്ലെങ്കിൽ അസത്യം പറഞ്ഞയാൾക്ക് മാനസികാസ്വാസ്ഥ്യം സംഭവിക്കുമെന്നത് പരക്കെയുള്ള ഒരു വിശ്വാസമാണ്. ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഇവിടെ വരുന്നത് ഭ്രാന്തൻ കുരിയച്ചെന്ന് വിളിക്കുന്നത് ആ തെറ്റായിട്ട് എങ്ങനെയോ ഇതിൽ വന്ന് പ്രവേശിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ കുരിശ് ഒരാൾക്ക് മാനസികരോഗം വരാനായിട്ട് അനുവദിക്കില്ല, സുഖപ്പെടുത്തുന്നതാണ് തൊട്ട്. പക്ഷേ ചിലപ്പോൾ എൻ്റെ ചിന്താഗതി അനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഒരു കളവ് പോയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സംശയമുള്ളവരുടെ അടുക്കൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അസുഖം പിടിപെടും എന്നുള്ള ഭയം എന്ന് വരുമ്പോൾ പലരും തിരിച്ചു വെക്കാറുണ്ട്. അതാകാനാണ് സാധ്യത. പണ്ട് മുതൽ പോലീസുകാർ കൊണ്ടുവന്നിട്ട് ഈ കള്ളന്മാരെ കൊണ്ടുവന്ന് സത്യം ചെയ്യിപ്പിച്ചിരുന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ കുരിശിൻ്റെ അടുത്ത്. അപ്പോൾ ഭയപ്പെട്ടിട്ടാണത്. ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും നിലനിൽക്കുന്ന നാടോടിക്കഥ പോലെയുള്ള മറ്റൊരു വിശ്വാസമാണ് കാപ്പിരി മുത്തപ്പൻ്റേത്. അടിമകളായി വന്ന് ആരാധനാമൂർത്തികളായി മാറിയവരാണ് കാപ്പിരികളെന്ന് പ്രാദേശിക ചരിത്രാന്വേഷിയും മാധ്യമപ്രവർത്തകനുമായ MM സലീം പറയുന്നു. പോർച്ചുഗീസുകാരാണെങ്കിൽ അവിടെ നമ്മുടെ കൊച്ചിയിലെ തന്നെ പല ക്ഷേത്രങ്ങൾ കൊള്ളടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സ്വത്തുക്കളുണ്ടായിരുന്നു ഇവിടെ. ക്ഷേത്രം കൊള്ളടിച്ച അന്ന് വൈരങ്ങളും ഒക്കെ ക്ഷേത്രങ്ങൾ സൂചിക്കുന്ന ഒരു ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇവരുടെ കയ്യിൽ വലിയൊരു സമ്പത്തുണ്ട്. ഈ സമ്പത്ത് കൊണ്ട് ഇവർക്ക് കടക്കാൻ പറ്റില്ല. കാരണം ചുറ്റും ഡച്ചുകാർ വളഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഇവരെന്ത് കാണിച്ചു, ഈ ഇതെല്ലാം സമ്പത്തെല്ലാം കുഴിയെടുത്തു, കുഴി കുഴിച്ച് അതിലിറക്കിയിട്ട് അതിൽ വരുന്നതിന് കാപ്പിരി ഇറക്കി നിർത്തി. അവർക്ക് ആയുധങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ യുദ്ധം അവർ പിടിച്ചെടുക്കുന്നത് ഡച്ചുകാർ പിന്നീട് പോർച്ചുഗീസുകാർക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ കഴിയാത്തൊരവസ്ഥയായി. ഈ കാലക്രമേണ ഈ കാപ്പിരികൾ ഇതിനകത്തിരുന്ന് മരിച്ചു. ഡച്ചുകാരുമായുള്ള യുദ്ധത്തിൽ എല്ലാം നഷ്ടപ്പെടുമ്പോഴും പോർച്ചുഗീസുകാരുടെ കൈവശം അളവറ്റ സമ്പാദ്യമുണ്ടായിരുന്നു. ഒന്നും കയ്യിലെടുക്കരുത്, രക്ഷപ്പെട്ടോളൂ, ജീവൻ മാത്രം തിരിച്ചു തരാമെന്ന ഡച്ചുകാരുടെ കൽപ്പനയിൽ പോർച്ചുഗീസുകാർക്ക് എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാൽ പലരും എന്തെങ്കിലും തിരിച്ചു വരാമെന്ന പ്രതീക്ഷയിൽ മരങ്ങൾക്ക് ചുവട്ടിലും കെട്ടിടങ്ങളുടെ ഭിത്തികളിലും അവരുടെ അളവറ്റ സമ്പത്ത് ഒളിപ്പിച്ചു വെച്ചു. ചിലർ സമ്പത്ത് കുഴിച്ചിട്ട സ്ഥലം മാപ്പിൽ രേഖപ്പെടുത്തി മടങ്ങി. ഈ സമ്പത്ത് കാക്കാൻ വിശ്വസ്തരായ ആഫ്രിക്കയിൽ നിന്ന് പണിക്ക് കൊണ്ടുവന്ന കാപ്പിരി അടിമകളെ നിയോഗിച്ചു. യജമാന ഭക്തരായ അടിമകൾ നിലവറകളിൽ നിധി കാത്ത് മരണമടഞ്ഞുവെന്നും അതല്ല
നിധിയുടെ സംരക്ഷണത്തിനായി പോർച്ചുഗീസുകാർ കാപ്പിരികളെ ബലി നൽകിയെന്നും പറയുന്നു. പോർച്ചുഗീസുകാർ കത്തോലിക്കരായിരുന്നു, ഡച്ചുകാർ പ്രൊട്ടസ്റ്റൻ്റുകാരായിരുന്നു. യൂറോപ്പിൽ അവർ തമ്മിൽ വളരെ വലിയ സംഘർഷം നിൽക്കുന്ന കാലത്താണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഡച്ചുകാർ ഈ പോർച്ചുഗീസുകാരായ കത്തോലിക്കരെ മുഴുവൻ ഇവിടെ നിന്ന് ഓടിച്ച്, പോർച്ചുഗീസുകാർക്ക് കയ്യിൽ എന്താ കിട്ടണം അതെടുത്തുകൊണ്ട് പോകാമെന്നല്ലാതെ വേറെ ഒരു സാധനവും കൊണ്ടുപോകാൻ പാടില്ല. അവരുടെ സമ്പാദ്യങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ വെക്കണം. അങ്ങനെ ഡച്ചുകാരെ ഇവരെല്ലാം ഓടിച്ചപ്പോൾ ധനികരായ പോർച്ചുഗീസുകാർ അവർക്ക് ഉണ്ടായിരുന്ന പൊന്നും മറ്റ് സമ്പത്തും മൂല്യമുള്ള വസ്തുക്കളെല്ലാം അവർ താമസിച്ചിരുന്ന വീടുകളിൽ തന്നെ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ പറമ്പിൽ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ ആരും കാണാത്ത പൊതുസ്ഥലങ്ങളിൽ കുഴിച്ചിട്ടിട്ട് ഈ കാപ്പിരികളെ അടിമകളെ അതിന് ബലി കഴിച്ചെന്നാണ് അതിൻ്റെ മുകളിൽ ബലി കഴിച്ച് ചിലവരെയൊക്കെ മതലിൽ തറച്ച് നടത്തിയിട്ടുള്ള കാപ്പിരി രൂപങ്ങളുണ്ടായിരുന്നു. യജമാനന്മാർ കരുണ കാട്ടാതെ പോയിട്ടും മരിച്ച കാപ്പിരികളുടെ ആത്മാക്കൾ നിധി കാത്തുസൂക്ഷിക്കുന്നുവെന്നാണ് സങ്കല്പം. നിധി കുഴിച്ചിട്ട സ്ഥലങ്ങളുടെ ചാർട്ട് പോർച്ചുഗീസുകാർ സൂക്ഷിച്ചിരുന്നുവെന്നും അതുമായി അവരുടെ അനന്തരാവകാശികൾ തിരിച്ചുവന്ന് നിധി കൊണ്ടുപോയിട്ടുണ്ടെന്ന് വരെയും കഥകളുണ്ട്. സിമെൻറ്റിന് കമ്പിയിടുന്ന പോലെ അതിനൊക്കെ ബലപ്പെടുത്തുന്ന തരത്തിൽ പല സാധാരണക്കാരും പെട്ടെന്നൊക്കെ സമ്പന്നരാകുമ്പോൾ പറയും ഇത് കാപ്പിരിയുടെ നിന്ന് കിട്ടി. അപ്പോൾ ഈ കാപ്പിരിക്ക് കണക്കില്ലാത്ത നിധി കാക്കുന്ന ആളായതുകൊണ്ട് കാപ്പിരിയോട് ആരെങ്കിലുമൊക്കെ കൂറ് കാണിച്ചാൽ കാപ്പിരി അവർക്ക് ഈ പൊന്ന് നാണയങ്ങളും അതുമൊക്കെ കൊടുത്ത് സഹായിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നത്. വലിയ വലിയ വൃക്ഷങ്ങൾ, വലിയ മരങ്ങളുടെ മുകളിലൊക്കെ കാപ്പിരി രാത്രി ഇരിക്കുന്നത് പലരും കണ്ടിട്ടുണ്ടെന്നും കാപ്പിരി ചുരുട്ട് വലിക്കുന്നത് കണ്ടിട്ടുണ്ടെന്നൊക്കെ ഇവിടെ സങ്കല്പമുണ്ട്. അപ്പോൾ അതേ തരത്തിലുള്ള മരത്തിൻ്റെ താഴത്ത് വാഴല വെച്ച് അതിൽ ചുരുട്ട്, അതിൽ വെള്ളം, ഇങ്ങനെ 2-3 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇത് താഴത്ത് കൊണ്ടുവന്ന് വെക്കുന്നത് എല്ലാ ദിവസവും വെക്കുന്ന ആളുകളുണ്ട് ഇവിടെ. പോർച്ചുഗലിലെ ലിസ്ബൺ മ്യൂസിയത്തിൽ ഇത്തരം മാപ്പുകൾ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ടെന്നും പറയുന്നു. രാത്രികളിൽ മാവിൻ്റെ കൊമ്പിൽ പുകയില ചുരുട്ടെരിയുന്നതിൻ്റെ മണം കഥകളായി മാറി വിശ്വാസത്തിൽ ലയിച്ചു. കാപ്പിരികളെ സംതൃപ്തിപ്പെടുത്തുന്നവർക്ക് നിധി ലഭിക്കുമെന്ന വിശ്വാസമുണ്ടായി. ചുരുട്ടും കള്ളും കോഴിയും കരിക്കും മുട്ടയും നേദിക്കപ്പെട്ടു. കൊച്ചിയിൽ 16 സ്ഥലത്ത് തറകളുണ്ടായെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ 2 തറകൾ അവശേഷിക്കുന്നുള്ളൂ. ഇവിടെ ഇത് മങ്ങാട്ടുമുക്ക്, ഇവിടെ പിന്നെ പനയപ്പള്ളി തറ വേറെയുണ്ട്. അങ്ങനെ അത് ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർക്ക് ഈ കാപ്പിരികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കള്ള്, പിന്നെ ഉപ്പില്ലാത്ത ചോറ്, അങ്ങനെയുള്ള സാധനം. ചുരുട്ട് സാധാരണ വലിച്ചുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ അത് എല്ലാം പ്രീതിക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ട് ഈ തറകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കാറുണ്ട്. പലപ്പോഴും ഇവർ കാര്യങ്ങൾ നടക്കാറുമുണ്ട്. മട്ടാഞ്ചേരി മങ്ങാട്ടുമുക്കിലെയും പനയപ്പള്ളിയിലെയും മുത്തപ്പൻ തറയിൽ ഇന്നും വിളക്കുകൾ തെളിയുന്നു, പൂക്കൾ അർപ്പിക്കുന്നു. നമ്മൾ ഇതിന് പ്രാർത്ഥിച്ചാൽ നടന്നിട്ടുണ്ട്, അത് ഉറപ്പാണ്. അതാണ് ഞാൻ വന്ന് തിരികെത്തിക്കുന്നത്. അവിടെ ഞാൻ ഡെയിലി വന്ന് തിരികെത്തിക്കുന്നത് പ്രാർത്ഥിച്ചാൽ നടക്കുന്നത് വിശ്വാസമാണ്, നടന്നിട്ടുണ്ട്. പോർച്ചുഗീസുകാരെ കീഴടക്കി കൊച്ചിയിൽ ഭരിച്ച ഡച്ചുകാർക്ക് അധികകാലം അധികാരം നിലനിർത്താനായില്ല. ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ അവർ കീഴടങ്ങി. ബാക്കി വന്ന കാപ്പിരികളായ അടിമകളുടെ സംരക്ഷണം ബ്രിട്ടീഷുകാർക്ക് സ്വീകാര്യമായില്ല. അവർ അടിമത്തത്തിന് എതിരായിരുന്നു. കൊച്ചിയിലെ കാപ്പിരികൾ അങ്ങനെ സ്വതന്ത്രരായി. സ്വതന്ത്രരായ കാപ്പിരികൾ പിന്നീട് മടങ്ങിപ്പോയോ അതോ ഈ നാടുമായി ഇഴചേർന്ന് കഴിഞ്ഞു എന്നത് വ്യക്തമല്ല. എന്തായാലും ആരാധനാമൂർത്തികളായി ഇപ്പോൾ കാപ്പിരി മുത്തപ്പന്മാർ വിശ്വാസികളുടെ മനസ്സിൽ ജീവിക്കുന്നു. കൊച്ചിയിൽ നടന്ന സോപാന സംഗീത സായാഹ്നത്തിലൂടെ 200-ലധികം കലാകാരന്മാർ ഒരുമിച്ച് ഗിന്നസ് റെക്കോർഡിൻ്റെ വേദികൾ കയറുകയാണ്. ഏലൂർ ബിജുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ മെഗാ സോപാന സായാഹ്ന സംഗീത വിസ്മയ കാഴ്ചയിലേക്ക്. നീലകണ്ഠ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് വേദികളിൽ സോപാന സംഗീതം അവതരിപ്പിച്ച പരിചയസമ്പന്നനായ കലാകാരനും അധ്യാപകനുമാണ് ഏലൂർ ബിജു. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ആചാരങ്ങളുടെ ഭാഗമായ മഹത്തായ കലാരൂപത്തെ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. അതിനായി നിരന്തരമായ പരിശീലനം നടത്തിയാണ് ഏലൂർ ബിജു ശിഷ്യന്മാരും അരങ്ങിലെത്തിയത്. ഇങ്ങനൊരു മേഖല എല്ലായിരുന്നെങ്കിലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അത്രയും അനുഗ്രഹമാണ് നമുക്കൊരു കീർത്തനം പാടാൻ കഴിയുന്നത്. ക്ഷേത്രത്തിലാണെങ്കിലും
എപ്പോഴാണെങ്കിലും അത് മാത്രമേ ഉള്ളൂ ജീവിതം. അച്ഛൻ വഴിയും അമ്മ വഴിയും, അതായത് അമ്മാവൻ മ്യൂസിക് ടീച്ചറാണ്. അച്ഛൻ്റെ സംഗീതം കേട്ടും അമ്മാവൻ്റെ സംഗീതം ഇവരുടെ പഠിച്ചുമാണ് ഞാൻ സംഗീതത്തിലേക്ക് വരുന്നത്. ശാസ്ത്രീയ സംഗീതം വശമല്ലാത്തവർക്കും സോപാന സംഗീത രംഗത്തേക്ക് കടന്നുവരാം. ഈ രംഗത്തെ കലാകാരന്മാരെ സർക്കാരും കുറെ കൂടി പരിഗണിക്കണമെന്നും അദ്ദേഹം പറയുന്നു. കേരളത്തിൽ ഒരു സ്ഥാപനമേ ഉള്ളൂ സോപാന സംഗീതം പഠിപ്പിക്കുന്ന, ക്ഷേത്ര കലാപീഠം വൈക്കം തിരുവനന്തപുരം ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. എങ്കിൽ കൂടി ഇനിയും ജനങ്ങളിലേക്ക് എത്ര ആചാര്യന്മാരെ ആദരിക്കാനുണ്ടായിരുന്നു, എത്ര ആചാര്യന്മാരെ നമ്മൾ കണ്ടിട്ടില്ല. അംഗീകരിക്കപ്പെട്ട കലാകാരന്മാർ ഇപ്പോഴും ഉണ്ട്. ബിജുവിന്റെ ശിഷ്യന്മാരിൽ പല പ്രായത്തിലും പല ജീവിത സാഹചര്യങ്ങളിലും ഉൾപ്പെട്ടവരുണ്ട്. മിക്കവർക്കും ശാസ്ത്രീയ സംഗീതവുമായി മുൻപരിചയമൊന്നുമില്ല. ഇപ്പോൾ മികച്ച ഗായകർ തന്നെയാണ് ഇവരെല്ലാം. സോപാന സംഗീതത്തെ പറ്റി മനസ്സിലാക്കി തന്നെ ബിജുചേട്ടൻ്റെ പാട്ട് കേട്ടിട്ടാണ്. സോപാന സംഗീതം ഭക്തിയാണ് ഇതിൻ്റെ മെയിൻ. അതായത് നമ്മൾ കൈതൊഴുത്ത് പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന ഒരു വലിയ പ്രാധാന്യം ഈ സോപാന സംഗീതത്തിനുണ്ട്. ശ്രുതി ബോക്സ് ഇല്ലെങ്കിൽ പോലും ഇടയ്ക്കൽ ശ്രുതി പിടിച്ച് നമുക്ക് ആ ശ്രുതിയിൽ പാടാൻ പറ്റും. അതാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത. ഈശ്വരാരാധനയോട് ഏറെ അടുത്തു നിൽക്കുന്നതാണ് സോപാന സംഗീതം. ഇതിന്റെ ഈണങ്ങൾക്ക് മനഃശാന്തി പ്രദാനം ചെയ്യാൻ കഴിയുന്നു എന്നതാണ് ശിഷ്യന്മാരുടെ സാക്ഷ്യം. ഇതൊരു മെഡിറ്റേറ്റീവ് സ്പിരിറ്റ് ഉള്ള ഒരു സംഗീതമാണ്. ശ്രദ്ധ ഭഗവാനോട് കൂടുതൽ കിട്ടുന്നതാണ്. ഈ ഗാനം നന്നായിരുന്നെങ്കിൽ നമുക്ക് നല്ല ശ്രദ്ധ കിട്ടും. അപ്പോൾ എൻ്റെ വലുതായിട്ടൊന്നും അങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊന്നും സംഗീതത്തിൻ്റെ ഇല്ല. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചപ്പോൾ ഇല്ല നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തുടങ്ങിയൊരു ജേണിയാണ്. അത്യാവശ്യം ഇപ്പോൾ ഒരു 10 പാട്ട് പുള്ളി എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നല്ല രീതിയിൽ. സോപാന സംഗീതം മുൻപ് കേട്ടിട്ടില്ലാത്തവർക്കും ഇതിന്റെ ഈണങ്ങളിൽ മുഴുകാൻ അധികം സമയം വേണ്ട. ഇടയ്ക്കയിൽ കലാകാരന്മാർ ശ്രുതി ചേർത്ത് പാടുമ്പോൾ ആരായാലും സ്വയം മറന്നിരുന്നു പോകും. അഷ്ടപതി, കൊട്ടിപ്പാടി സേവ, സോപാന സംഗീതം, ഇങ്ങനെ പല പേരിലാണ് ഈ കലാരൂപം അറിയപ്പെടുന്നത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള കാടിടയും ജട എന്ന പാട്ട് ഞാൻ ബിജുവിന് വേണ്ടി എഴുതിയിട്ടുള്ള പാട്ടാണ്. സ്ത്രീകൾ പണ്ടുകാലങ്ങളിൽ സോപാന സംഗീത രംഗത്തേക്ക് കടന്നു വരാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എല്ലാവരും സംഗീതം പഠിക്കാൻ എത്തുന്നുണ്ട്. ഏറ്റവും പറഞ്ഞാൽ ഞങ്ങൾ ടീമിലെ ഗേൾസാണ് കൂടുതൽ, ലേഡീസാണ് ഏറ്റവും കൂടുതലുള്ളത്. ശരിക്കും പറഞ്ഞാൽ അത് 70-80 വയസ്സ് ആൾക്കാർ പോലും ഉണ്ട്. അപ്പോൾ അത്രത്തോളം ഇൻസ്പയറിങ് സാർ അത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്. സോപാന സംഗീതത്തെ മുറുകെ പിടിച്ച് അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപിടി കലാകാരന്മാർ ചേർന്ന് സ്നേഹസോപാനം എന്ന് പറഞ്ഞൊരു ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് ഞങ്ങൾ രൂപം കൊടുത്തിട്ടുണ്ട്. ആ ട്രസ്റ്റിനോടനുബന്ധിച്ച് ഞങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നും ഒത്തുകൂടുന്നുണ്ട്. എല്ലാ ദിവസവും അതിൻ്റെ പ്രാക്ടീസ് ക്ലാസ്സുകളുമൊക്കെ ആയിട്ട് ഒരു 3 മാസക്കാലമായിട്ട് ഞങ്ങൾ ഒരു കുടുംബം പോലെ ജീവിച്ചു വരികയാണ്. ഈ 300 പേരെയും എല്ലാ ആഴ്ചയിലെങ്കിലും ഒരു തവണയെങ്കിലും കാണാത്ത ആൾക്കാരല്ലവരാരും. സംഗീതത്തിലൂടെ വലിയ കൂട്ടായ്മ തന്നെയാണ് രൂപം കൊണ്ടിരിക്കുന്നത്. സോപാന സംഗീതം ലോകത്തിന് പരിചയപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഏലൂർ ബിജുവും അദ്ദേഹത്തിന്റെ 100 കണക്കിന് ശിഷ്യരും ഈ കലാരൂപത്തെ നാൾക്കുനാൾ കൂടുതൽ മഹത്തരമാക്കുകയാണ്. അങ്ങനെ ഈ ആഴ്ചത്തെ സെൻട്രൽ മാഗസിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.